എല്ലാം വെട്ടാനൊക്കെ നമുക്ക് ഈ ഇറച്ചിയൊക്കെ സൈസ് ആക്കാനേ കിട്ടണേ 650 പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു. പാടാണെന്നൊന്നും പറയുന്നില്ല. അജാതി സാധനം നമ്മൾ പറയുകയാണെങ്കിൽ എമ്മ ടേസ്റ്റ് നഷ്ടമൊന്നുമില്ല കേട്ടാ, നഷ്ടമില്ല. ഹായ് ചേങ്ങി പറയല്ലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങന്മാരപ്പം ആസാമിലാണല്ലോ. ആസാമിൽ ചായ കുടിക്കണല്ലേ? ആസാമിൽ ഞങ്ങൾ ചായ കുടിക്കുന്നത് അവലും ആസാമിൽ നിന്ന് വാങ്ങിയ അവൽ തന്നെ അല്ലടാ, ആസാമിൽ അവലും കൂട്ടി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അത് പ്രശ്നം അതിർത്തി മാറ്റണ്ട. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വേണം ഇറങ്ങാം. ഇവിടെ വലിയ വെയിൽ കാര്യമൊന്നുമില്ല. നമ്മൾ സൂര്യന് ഉദിച്ചിട്ട് ഇവിടെ എത്തിയേക്കണം അല്ലേ? ആള് വലിയ ദൂരത്തേക്കൊന്നും പോയി. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇവിടെ വരെ വരും, ഇവിടെ അവസാനിക്കും അല്ലടാ. ഏതായാലും ഞങ്ങൾ ഇന്ന് പോകുന്നത്, നമുക്ക് ശരിക്കും പോവേണ്ടത് നമ്മൾ കാസിറംഗ നാഷണൽ പാർക്കിൽ കയറിയില്ല. നമ്മളവിടെ പോയി കടന്നുറങ്ങി പോകുന്നൊക്കെ അല്ലേ. ആന സഫാരി ഒന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ അതെടുക്കണം. പിന്നെ നമുക്ക് ശിവസാഗർ അങ്ങനെയൊക്കെയുള്ള ഏരിയകളുടെ പോകാമല്ലോ. പക്ഷേ എങ്കിൽ ഇതൊക്കെ നമുക്ക് ജോർക്കട്ട് ആ സൈഡിൽ കൂടെ നമ്മൾ പോയ സൈഡിൽ കൂടെ ഒക്കെ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് പേക്കാനുള്ള കാരണം നമ്മൾ മാജുളിയിൽ നിന്നും നമ്മൾ നേരെ നാഗാലാൻഡ് ഫെസ്റ്റിവൽ വിട്ടല്ലോ. ഫെസ്റ്റിവലിന് ഫസ്റ്റ് ടൈം നമ്മൾ എത്തണില്ല എന്ന് കരുതിയിരിക്കണമെങ്കിൽ, അത് ഫെസ്റ്റിവൽ നമ്മൾ എടുക്കണില്ല എന്ന് കരുതിയിരിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഒരു ഒറ്റ റൂട്ടാക്കി ചെയ്യാമായിരുന്നു. അതിന് സാധിച്ചില്ല. ഏതായാലും പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നഷ്ടത്തിൽ വരിക ഏകദേശം ഒരു 400 കിലോമീറ്റർ റണ്ണാവും വേണം. 400 കിലോമീറ്റർ പോകണ ഉള്ളൊരു നഷ്ടം, അതിൻ്റേതായുള്ള സമയം. അല്ലാത്ത നഷ്ടമൊന്നുമില്ല, സമയം തന്നെയുള്ള നമുക്ക് വേണ്ടേ അല്ലേ? അങ്ങനെ ഞങ്ങൾ എവിടേക്കാണ് പോണത് എന്നൊരു 10 മിനിറ്റ് കൺഫ്യൂഷൻ കൂടി ഉണ്ട് ഞങ്ങൾക്ക്. കാരണം നാഷണൽ പാർക്ക് എടുക്കണം ആദ്യം, അതോ നമുക്ക് വേറെ സ്ഥലം പോകണ്ട്, അവിടെ പോയി പോരണോ, അങ്ങനെ ആലോചിക്കണം. അവിടെ പോയി പോരാം. ഏതായാലും ഇന്നത്തെ ദിവസം കുക്കിംഗ് ഇല്ലാന്ന് കരുതി. കുക്കിംഗ് ഇല്ലാത്ത പരിപാടിയാണ്. നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ബീഫും പൊറോട്ടയും, നല്ല ബീഫ് ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടുക നമ്മളെ മലയാളി സ്റ്റൈലിൽ കിട്ടുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഏകദേശം നമ്മൾ 100 കിലോമീറ്ററോളം ഇവിടുന്ന് പോകണം കേട്ടോ. 100 കിലോമീറ്ററോളം പോയാലേ നമുക്കത് കിട്ടുള്ളൂ. അതിനായിട്ട് പോകണം. പക്ഷേ അതിനായിട്ട് പോകാൻ വേണ്ടി റെഡിയാണ് ഞങ്ങൾ അല്ലേ? അത് പോകണം വൈക്കൊന്നുമല്ല, പക്ഷേ അതിനായിട്ട് പോവുകയാണ് ഞങ്ങൾ. എന്നാൽ പിന്നെ ഞങ്ങൾ അവിലും ചായ ആവും. അവിലൊക്കെ പറ്റ പോർന്നടാ. അയ്യോ മാട്ടിക്കിച്ചേ. അവില് നല്ല ഫുഡാണ്, ആരോഗ്യപ്രദമായിട്ടുള്ള ഫുഡാണ് അവില്. പരിപ്പും ധാളവിലായിപ്പോ. ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിട്ട് ഇപ്പൊ ഇറങ്ങി ഞങ്ങള്. അതെ അടുത്ത ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോ നമ്മള് നഗോണിലേക്കാണ് പോകുന്നത്. ശരിക്കും നമ്മളൊരു എടയെ കുടുങ്ങാന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉണ്ടാവും. അതായത് കൃത്യമായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്ന് വേണം പറയാം. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് അങ്ങോട്ട് പോയില്ലേ, കിബത്തുവിലേക്ക് പോകുമ്പോ നമ്മൾക്ക് ശിവസാഗർ ഇറങ്ങാണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ റിട്ടേണിൽ ഇറങ്ങാന്ന് കരുതി. നമ്മൾ റിട്ടേണിൽ ഇങ്ങോട്ട് പോന്നപ്പോ വണ്ടിന്റെ കംപ്ലൈന്റ് കാര്യമൊക്കെ ആയിട്ട് വീണ്ടും ശിവസാഗറിനെ നമ്മൾ മറന്നു. അത് കഴിഞ്ഞിട്ട് ശിവസാഗർ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ സീറോ അടിക്കണേനല്ല, സീറോ നമ്മള് അടിക്കണം എന്നുള്ളത് തന്നെയാണ്. സീറോ അടിച്ച് നമ്മള് സീറോന്ന് പിന്നെ നമ്മള് നേരെ വീണ്ടും നമ്മൾ എന്ത് പറ്റി, ശിവസാഗർക്ക് ആ ഭാഗത്തേക്ക് ഇറങ്ങാതെ നമ്മൾ നേരെ ടെസ്പൂർ ഭാഗത്തേക്ക് ഇറങ്ങി. അതായത് നമ്മള് ഇറ്റാനഗർ കിട്ടണം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഇറ്റാനഗർ ഒന്ന് കാണാന്ന് കരുതി, അവരുടെ ക്യാപിറ്റൽ അല്ലേ. ആ ഇറ്റാനഗർ ഇറങ്ങിയപ്പോ എന്താ പറയാ, നമ്മള് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ഇടയെ കുടുങ്ങലേ. അതായത് കാസിറംഗ നാഷണൽ പാർക്ക് ഏകദേശം ഇവിടുന്ന് 147 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശിവസാഗറിലേക്ക് 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അതായത് അങ്ങോട്ടേക്കായി അപ്പോഴേക്ക് ദൂരം കൂടി നമുക്ക് അവിടേക്ക്. പിന്നെ നമ്മളിപ്പോ ഈ പോകുന്നത് സത്യം പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാ.
ഈ ഹോട്ടലിലേക്ക് നമ്മൾ കുറെ നമ്മള് കാസിരംഗ നാഷണൽ പാർക്കിക്ക് ഫസ്റ്റ് വന്നെന്ന് തൊട്ട് ഓങ്ങി വെച്ചതാണിത് പോവാൻ വേണ്ടിയിട്ട്. ഇത് തെരഞ്ഞെടുക്കണം നമ്മൾ, എവിടെയാണെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം നമ്മള്. അതായത് നഗോണിലെത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോവാണ്ട് നമ്മുടെ കയ്യില് എന്താ പറയാ വഴി പറഞ്ഞു തന്നൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത വേറെ എന്താ പറയാ ഗൂഗിൾ മാപ്പോ കാര്യങ്ങളോ അതൊന്നും യൂസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് നിങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് പോകണം എന്ന് ചോദിക്കും. അതായത് നമ്മൾക്ക് ഏകദേശം ഇപ്പൊ ഇവിടുന്ന് നഗോണിലേക്ക് തന്നെ 140 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അവിടുന്ന് പിന്നെയും പോകണം. അതായത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കിലോമീറ്റർ ഓടി പോകണത് എന്തിനാന്ന് ചോദിച്ചാല് അവിടെ കേരള സ്റ്റൈൽ, അതായത് നമ്മൾക്ക് നല്ല ബിരിയാണി, പൊറാട്ടയും ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ അത് നടത്തുന്ന ആളെ ഒന്ന് പരിചയപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയിൽ ഇപ്പൊ നമ്മള് കുറെ യാത്ര ചെയ്യണം. നമുക്ക് ഇതുവരെ ഒരു നല്ല രീതിയിലുള്ള കേരള സ്റ്റൈൽ ഫുഡ് കിട്ടിയത് നമ്മളന്ന് ഫെസ്റ്റിവലില് വലിയ വില കൊടുത്ത് കഴിച്ച ഒരു ഫുഡ് ഉണ്ടായിരുന്നു, ബിരിയാണി. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് മാത്രം നമുക്ക് കിട്ടിയത്, അല്ലാതെ വേറെ ഞങ്ങൾ പുറത്ത് കഴിക്കല്ല. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ പുറത്ത് കഴിക്കലൊക്കെ എന്താണെന്ന്. പോണ വഴിക്കുള്ള സുന്ദരമായ കാഴ്ച കണ്ട് പോവാം. നമ്മളെ ഹൈവേ തന്നെ പിടിക്കുള്ളൂ, വേറെ എവിടേക്കും നമ്മള് ഇറങ്ങൂല. ആസാം കൂടുന്നതിന്റെ മുമ്പായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകൾ കൂടുന്നതിന്റെ മുമ്പായിട്ടൊക്കെ എല്ലാ ഗ്രാമങ്ങളും കയറണം എന്ന് ഒരാഗ്രഹമുണ്ട്. അതും കൂടി പൂർത്തീകരിച്ചിട്ടേ നമ്മൾ യാത്ര നിർത്തുള്ളൂ. ചെങ്ങന്മാരെ പോണ വഴിക്ക് ഭയങ്കര തിരക്ക് കേട്ടോ. ഇത് സംഭവം നിസ്സാര കേസൊന്നല്ല, ചന്തയാണ്, അപ്പുറത്തെ ഒരു ചന്തയാണ്. അപ്പോ ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് നിർത്തി ഇറങ്ങി നോക്കല്ലോ. എന്താ ഇത്ര ആൾക്കാർ ഇറങ്ങിയ ചന്ത എന്ന് പറയുമ്പോ അതൊരു നിസ്സാര ചന്തയാവില്ല, അതൊരു ചന്തയായിരിക്കും അല്ലെ. ഹൈവേന്റെ ഒരു സൈഡ് ഫുള്ള് വണ്ടി നിർത്തിക്കണം. നമുക്കൊരു വണ്ടി എടുത്താലേ ഗ്യാപ്പ് തരുക, എടുത്താലോ ഇവിടെ ഇവിടെ അങ്ങനെ നിർത്താനല്ല. നമ്മൾ നിർത്തുമ്പോ ഇവര് അങ്ങനെയൊക്കെ കാട്ടുന്ന ഒരാൾ തെറ്റ് ചെയ്യേണ്ടി നമ്മൾ അതേപോലെ ചെയ്യാം. നമ്മൾ ചെയ്യരുത്. നമുക്ക് എവിടെ ഗ്യാപ്പ്, നമ്മൾ എവിടെ ഉള്ള വെച്ചാൽ അവിടെ നമുക്ക് നല്ല ഗ്യാപ്പ് തന്നെ വേണം. റോട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റണോ, ഇവരൊക്കെ റോട്ടിൽ നിന്ന് ഇറക്കിക്കണോ. ഇതൊരു ഹൈവേ ആണ്, ഇവിടെ ഇറക്കിയെന്നല്ലേ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇതിലിടാല്ലേ. ഇതിലിടാം. ഇതാണ് ആ ഗ്യാപ്പ് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഇത് പറയുമ്പോ വെച്ചാൽ നമ്മള് ഹൈവേന്ന് ഇറങ്ങും, റോട്ടിൽ നിന്ന് നമുക്ക് പണി ഉണ്ടാവില്ല, കേൾക്കും പണി ഉണ്ടാവരുത്. കൂമനതാണ്ട അവിടെ ആരുമില്ലാണ്ട് നമ്മളെ റോട്ടിൽ നിർത്തിയില്ല കേട്ടാ, നമ്മൾ സൈഡിലാക്കി നിർത്തിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഇത് അതിലെ തന്നെ ഇറങ്ങല്ലേ. ഇതൊരു കൊടൂര മാർക്കറ്റാ. സംഭവം ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയുള്ള മാർക്കറ്റ് ആവും. അതേക്കാൾ ഇത്രയും തിരക്ക്. ബൈക്കിനൊക്കെ എത്ര ബൈക്കുണ്ട് അല്ലേ? അത് മാർക്കറ്റ് ഇത് ബൈക്ക് മാർക്കറ്റാ. ഇവിടെ സൈക്കിളിന്റെ പഞ്ചർ വരെ ഒക്കെ എല്ലാവിധ സാധനങ്ങളും കിട്ടും. നമ്മളവിടെ ഒന്നും ഇപ്പൊ ഇങ്ങനത്തെ സംഭവം തന്നെ അല്ലല്ലേ. നാടൻ വണ്ടീനെ കാണാമല്ലോ അല്ലേ. കണ്ടിട്ട് കുറേ സൈക്കിളിന്റെ സീറ്റ് കവറൊക്കെ ഒക്കെ നമ്മളൊക്കെ പണ്ട് എത്രങ്ങാനും വാങ്ങി ഉപയോഗിച്ചിരുന്ന സാധനം. അത് സീറ്റ് കവർ, ലോക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് വാങ്ങാം അല്ലേ. അല്ല അപ്പം ഇന്ന് കുക്കിംഗ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. നോക്ക് എന്നാലും ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടെങ്കിൽ വരും. പച്ചക്കറി കേട്ടോ, പച്ചക്കറി കണ്ടമാനം പച്ചക്കറി. അപ്പുറത്താക്കണ നല്ല ഹോട്ടല്. പൊറാട്ട ആക്കണ ചിറ്റി വെച്ചിക്കണടാ. പൊറാട്ടല്ലേ ചിറ്റി വെച്ചിക്കണേ. ചെരുപ്പ് വേണ്ട. പിന്നെ ഇതൊരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. പക്ഷേ എങ്കിൽ ഇതുമ്പോൾ ഇതിലാണ് ഫുള്ള് കച്ചവടം, മാർക്കറ്റ് കിടക്കുന്നത്. മാർക്കറ്റ് ഇതിൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പോയി നോക്കാം. കുറച്ച് ദൂരത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പേര് ഇപ്പോൾ വേറെ എന്തെങ്കിലും കേൾക്കാം. നമുക്ക് ചുവന്ന ക്യാരറ്റ് തരാം. എന്താ തിരക്കിലേ ഈശ്വരാ. തുടങ്ങിയിട്ടുള്ളല്ലോ മാർക്കറ്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും തിരക്ക് പറഞ്ഞാലേ. കാക്കാൻ്റെ ഒക്കെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഓറഞ്ച് ഒന്നും വേണ്ട. ഓറഞ്ചൊക്കെ നമ്മള് കിബത്തൂന്നാട്ട് വാങ്ങിയിട്ട് കജ്ജണ്ടേ സാധനം അല്ലേ. അവസാനം ഞങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തൊക്കെയല്ല ഓല് എടുത്തോട്ടെ. അല്ലല്ല നമ്മൾ കൊടുത്താണ്. കൊടുത്ത പോലെ എടുത്തു. അങ്ങനെ ഇലകൾ പലവിധ ഇലകളുണ്ടാവും. ഇതെന്താ മുളകല്ലേ, മുളകിന്റെ തൈയല്ലേ. ഇത് തൈകളുടെ കടയാണ്. തൈക്കട. തൈക്കടയാണ്.
തൈക്കടയില് തൈ വേണ്ട ആ വിടിയോ പിന്നെ അവൻ്റെ മോനെ എന്തത് സംഭവം ഏരിയ പോകണ്ട അറിയണല്ലോ പച്ചക്കറി ആട്ടാ ആകെ പച്ചക്കറിയാണ് ഇടർണ വാങ്ങിക്കോ തൊണ്ടുണ്ടാക്കാം തൊണ്ട് ചേടാ ഏരിയ നമ്മള് പോവാ അതിലെ പോണ ഇതിൽ തന്നെ പോവാല്ലേ ആകെ എന്താ പറയാ മാർക്കറ്റ് പമ്പം മാർക്കറ്റ് ഒരു രക്ഷയില്ല നമ്മളെ നാട്ടിൽ നിന്നൊക്കെ എന്താ പറയാ ഒഴിഞ്ഞു പോയ സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എത്രയോ ആളുകളാണല്ലേ എത്ര അങ്ങനെ ആളുകൾ അതുപോലെ കച്ചവടക്കാരും ഉണ്ട് ധാരാളം അതുപോലെ തന്നെ സാധനം വാങ്ങിക്കാനും ആളുകൾ വന്നിട്ടുണ്ട് കണ്ടങ്ങള് പൂട്ട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്തെങ്കിലും വേണം ഇതിന് എന്തെങ്കിലും ഐറ്റംസ് ലൈറ്ററൊക്കെ അല്ലേ നമ്മുടെ അടുത്ത് കത്രിക ഉണ്ട് ചീർപ്പുണ്ട് ബെഡ്സ് എല്ലാ സാധനവും ഉണ്ട് ഇങ്ങനത്തെ ആയിട്ടൊരു കട അല്ലേ ഒരു കൊട്ട കടലുകൾ ഇത് മറ്റോ ഉണ്ടാക്കി തരുന്ന കടല്ലേ അതാപ്പച്ചാണ് വേറെ വ്യത്യസ്തത പുലർത്തു ഇത് ഈ കടക്ക് ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ ഇത് വാണിക്ക് വന്നു ഓ ഭയ്യ അങ്ങനെയെങ്കിൽ മാർക്കറ്റിന്റെ ഉൾത്താരയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്കണ് മിർച്ചിയാക്കണ കെട്ട് കണക്കിന് പിന്നെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ പച്ചക്കറിയാണ് മെയിനായിട്ട് പച്ചക്കറിയാണ് ഇത്ര മാർക്കറ്റ് ഒരു ചെറിയൊരു സ്ഥലത്തുള്ള ഒരു മാർക്കറ്റല്ല ഒരു അതിഗംഭീരമായ മാർക്കറ്റ് പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനം ഇതാണ് ഞാൻ എന്താ വെച്ചാൽ മുടി എപ്പോഴും നമുക്ക് ചേർന്ന് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ ടൈമിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കെട്ടക്കെട്ടൊരു കുതിരപ്പാവൻ അല്ലേ അങ്ങനെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പോൾ വാങ്ങിയതാകെ ഇതിനെ ഞങ്ങൾ ശരിക്കും കരുതിയത് വേറെ സാധനമില്ലേ ഒരു മാസ്ക് പോലുള്ള അത് ഫുള്ളായിട്ട് കഴുത്തിലൊക്കെ അറക്കാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ അതുണ്ട് അവിടെ അത് ക്വാളിറ്റി ഇല്ല ഒരു നിസ്സാര തുണിയാണ് 60 ഉറുപ്പ്യ വിലയുണ്ട് ഇതിന് ഒന്നിന് 25 ഉറുപ്പ്യ 40 പറഞ്ഞ് നമ്മൾ ബാർഗിൻ ചെയ്ത് 25 ആക്കിയ അപ്പോൾ എല്ലാ സാധനവും അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ ഷൂ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സിൻ്റെ കമ്പിളി ഡ്രസ്സ് തൊപ്പി തുടങ്ങിയ സംഭവങ്ങളിലേക്കൊക്കെ ഇങ്ങനെ എത്തി ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ഇവർ വില പറയുന്നത് 500 600ഒക്കെയാണ് അതിൻ്റെ പകുതിക്ക് നമുക്ക് സാധനം കിട്ടില്ല നമ്മൾ നല്ല സംസാരിക്കണവരോട് നല്ല കടുംപിടുത്തം പിടിക്കണം കുട്ടികൾക്ക് പറ്റിയതാക്കടാ അല്ലേ പൂജാ സാധനങ്ങൾ ആക്കണം കത്തി കൈക്കോട്ട് കൊടാലി തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾക്കൊരു വെട്ടൂരനെ വാങ്ങണടാ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു വെട്ടൂരനെ വാങ്ങണം നമുക്ക് എല്ലാം വെട്ടാനൊക്കെ നമുക്ക് ഈ ഇറച്ചിയൊക്കെ സൈസ് ആക്കാനേ കിട്ടണേ 650 रुपया 450 कितना दीजिएगा आप बोलिए कितना दीजिएगा 650 ഉറുപ്പ്യാണോ അതിന് പറയുന്നത് ഈ സാധനം ഒന്ന് വാങ്ങിയിട്ടുണ്ട് 600 റുപ്യ 600 റുപ്യ വില പറഞ്ഞതാണ് 200 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയത് 200 റുപ്യക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ ചെറുകത്തി എത്ര റുപ്യക്ക് വാങ്ങി 170 റുപ്യക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ചെറുകത്തി വാങ്ങിയത് 170 റുപ്യക്കാണ് 200 റുപ്യക്ക് ഒരു കത്തി കിട്ടുക എന്ന് പറഞ്ഞ നിസ്സാര സംഭവം ഈ കാണുന്ന സാധനമൊക്കെ കിട്ടും ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വാങ്ങിക്കൊണ്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാണ്ടല്ല ഇതിന് കൊടുക്കുകയും ചട്ടിയൊക്കെ കിട്ടും ഇതുപോലത്തെ ഒരു ചെമ്പറണം വാങ്ങണം അല്ല ദം ബിരിയാണിയൊക്കെ അതൊന്നും ഇപ്പോൾ വേണ്ട എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണി വലതാ വിഷുവലയാണ് അല്ലേ ശരി മറ്റേ വല കുത്തുവല ഉണ്ടെങ്കിൽ വാങ്ങാറ് അതൊക്കെ ഫുള്ള് വിഷുവലല്ലേ ബുക്ക് ഞാനും ഇജ്ജും തമ്മിൽ ബന്ധമല്ല പിന്നെ അത് വേണ്ട എന്നാ വെട്ടൂരിനെ കിട്ടിയത് വലിയ കിട്ടല കേട്ടാ ഇത് നല്ലൊരു ഏരിയ ഉണ്ട് വീഡിയോ ആയാ കിട്ടണേ കിട്ടാൻ വെച്ചാ 3000 ഓ 3000 റുപ്യ അതൊരു 1000 റുപ്യ കിട്ടുന്നതാണ് ഇവിടെ കത്തി അസോസിയേഷൻ പ്രസിഡന്റ് ആണ് നമ്മളെ കത്തി വന്ന ആളെ അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട് അല്ലേ
നമ്മളത് കഴിഞ്ഞു. ഇനി നമ്മൾ വലകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നിസ്സാര റേറ്റിന് സാധനം കിട്ടും കേട്ടോ. ഞാൻ ഇതിന് വില ചോദിക്കണല്ലോ. വില ചോദിച്ചു കഴിഞ്ഞാൽ വമ്പം വില പറയവർ. പക്ഷേങ്കിൽ നമ്മൾ ബാർഗിൻ ചെയ്യാം. നന്നായിട്ട് സംസാരിച്ചാൽ കുറഞ്ഞ് കിട്ടും. എന്ന് കരുതി നമ്മൾ ഇവർക്ക് ലാഭം കുറഞ്ഞിട്ട് എന്തായാലും അവർ തരില്ലല്ലോ. ലാഭത്തോട് കൂടി മീൻ, ഉണക്ക മീനുകളുടെ ഒരു എന്താ പറയാ, കൊച്ചെത്തി വിത്ത് വേണോ? ഇത് കൃഷി ചെയ്യാൻ കരുതണ്ട ഉണ്ടെങ്കിൽ നല്ല ആസാം പയർ, ആസാം വൈതനങ്ങ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകാം. പിന്നെ ഇവിടുത്തെ പരൽ മീനാണിത്. തോട്ടിലെ മീനുകൾ വിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മളിന്ന് മീനൊന്നും വാങ്ങുന്നില്ല. മീൻ മാർക്കറ്റ് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് മീൻ തന്നെയാണ് അല്ലേ. മീൻ നന്നാക്കി തരും. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മട്ടൻ, ചിക്കൻ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് അല്ലേ. മട്ടനും ചിക്കന്, കാള, പോത്ത് എല്ലാം ഉണ്ടാവും. ആടാ ഈ കുടുക്കുകളുണ്ടോ? ഇവരുടെ അടുത്തൊക്കെ കുടുക്കുണ്ടോ ജി? അപ്പോൾ അതാണ് ഈ ഒരു കുടുക്ക ഒരു ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സംശയിക്കില്ലേ മീനാണ്. പിന്നെ അതിലെ കോഴിക്കോട്ട, കോഴിക്കോട് തുടങ്ങിയ സംഭവങ്ങളുണ്ട്. മീൻ ബ്രാലാണ് നിന്ന് വിളയുന്നത്. വിളയാട് പാപ്പ ഒറിജിനൽ അല്ലേ? ഒറിജിനലാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് പുകയില, വെറ്റില, 100 അടക്ക, എല്ലാ സാധനവും ഉണ്ട്. എന്താ പറയാ, ഇതെന്നാത്താവാ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. തോൽപ്പായി ആണോ? വേണ്ടാച്ചേ ഇതാടെ ഇത് മറ്റേ പുളിയല്ലേ? കുടംപുളിയല്ല, പുളി വെണ്ടക്ക, കാറൂത്ത. ചേച്ചിയുടെ മക്കളെയും കൊണ്ട് ചെറിയൊരു കച്ചവടമാണ് അല്ലേ. പിന്നെ അങ്ങോട്ട് മുള ഐറ്റംസ്, കൊട്ട ഐറ്റംസ് തുടങ്ങിയവയൊക്കെയാണ്. മാർക്കറ്റിൽ വന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? കത്തി കിട്ടി. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കയറാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. നമുക്ക് സമയം ഇന്ന് കുറച്ച് കുറവാണ്. നമുക്ക് എന്നും കുറവ് തന്നെ. അതിനൊക്കെ ഈ ഉള്ളിത്തൂമ്പൊക്കെ ഇവർ നന്നായിട്ട് കഴിക്കുന്ന സാധനമാണ് അല്ലേ. അതേപോലെ തന്നെ മാണിത്തട്ട, അത് അങ്ങനത്തെ ഒരു സാധനം. കാവുത്ത്, കുമ്പളം, നാളികേരം അല്ലേ. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ വരെ വിൽക്കാൻ വേണ്ടി പറ്റും. കണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാ പഴങ്ങളും ഉണ്ട്. നമ്മുടെ നേന്ത്രപ്പഴം മാത്രം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അതാ നേന്ത്രപ്പഴം അല്ലല്ലേ? നേന്ത്രപ്പഴം അല്ലത്. നേന്ത്രപ്പഴത്തിൻ്റെ മാതിരിയാണല്ലോ കണ്ടിട്ട്. നല്ല റോബസ്റ്റ് തന്നെയാണ് അല്ലേ. ഈ പറഞ്ഞതുപോലെ വിശ്വനാഥ് ചാരിയാളി മാർക്കറ്റാണ്. വിശ്വനാഥ് ചാരിയാളി മാർക്കറ്റ് വീക്ക്ലി മാർക്കറ്റാണ്, ആഴ്ചയുള്ള മാർക്കറ്റാണ്. അതാണ് ഇവിടെ ഇത്ര തിരക്ക്, ഇത്രയും സാധനങ്ങൾ. മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വമ്പൻ മാർക്കറ്റാണ്. നമ്മൾ കണ്ടതിൽ എനിക്ക് തോന്നുന്നു അല്ലേ കേരളയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് കയറാണ്. മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കാണുന്നവർക്കൊക്കെ മാർക്കറ്റ് കയറാറുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയുണ്ടോ? നമുക്ക് ഈ കത്തിക്ക് എത്ര വില വെച്ച് നോക്കല്ലേ പിന്നോട് പയ്യെ കിട്ടണേ. 100 റുപ്യ, അത് ഒരു 50 റുപ്യ കിട്ടും. പാത്രം പറഞ്ഞ ചണ്ടി ഉണ്ടോ? ഉണ്ടല്ലേ. ഒക്കെ ഓക്കെ അല്ലേ? വേണ്ടല്ലോ. എന്താ ഇത് സാധനം? ആ ടോയ്ലറ്റിൻ്റെ അതിലേക്ക് ഇടുന്ന സംഭവം. മാർക്കറ്റിൽ വരുന്നവർക്ക് കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ടിലും ടേബിളും ഉണ്ട്. അതും കൊണ്ടുപോവാം. മാർക്കറ്റിൽ നിന്ന് ലോഡാണ് ഈ പോണത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ പച്ചക്കറി രക്ഷയില്ല. പച്ചക്കറി തന്നെ നമുക്ക് ഇതിലോട്ട് കയറിയല്ല. ഇനിയിപ്പോൾ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കണ്ടത് തന്നെയാണ്, പോയ വഴികൾ തന്നെയാണ് പോകാനുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ എല്ലാ മാർക്കറ്റ് ഫുള്ള് കയറി നല്ല പറയണേ. ഏകദേശം മാർക്കറ്റ് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബ്രഹ്മപുത്രയെ വീണ്ടും മുറിച്ചു കടക്കുകയാണ്. ഈ പാലത്തിന്റെ പേര് ഞാൻ നോക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. ബ്രഹ്മപുത്രയിലേക്ക് വെള്ളം കുറവാ.
എന്നാ പാടല്ലേ എത്ര നല്ല ദൂരതൊക്കെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലേ വലിയ പാലങ്ങൾ ഉണ്ടാക്കണ്ടേ പിന്നെ എന്ന് തുടങ്ങിന്റെ പോലെ ഉണ്ടാക്കലൊക്കെ അതാ അതാണെങ്കിലോ മണൽ അതിന്റെ താഴെ ഫുള്ള് മണൽ ആ മണലിൽ പാലം നിൽക്കണം തെമ്മില് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഓ എമ്മ പാല ഈ പാലുണ്ടാക്കി മുന്നേ വേറെ പാലുണ്ടാവൂല പഴയതാണോ നമ്മളെ മറ്റേ അത് മാജുളിക്ക് പോയില്ലേ അന്ന് നമ്മളെങ്ങനെ പോയത് അതുപോലെ ആ അതുപോലെയൊക്കെ പോയിട്ടുണ്ടാവും ആ പാലല്ലേ ഇവിടെ നടുവെത്തിയിട്ടില്ല നമ്മളെ ഈ പാലത്തും കൂടെ പോകാനുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 ഈ റോഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ടോൾ ഇല്ല എന്നുള്ളത് നമ്മളിപ്പോ ഇന്നലെ അടക്കം ഈ റോട്ടില് 3ാമത്തെ ടോളാണ് കയറുന്നത് പക്ഷെങ്കിൽ ടോൾ ബൂത്തൊക്കെ ക്ലോസ്ഡ് ആണ് എന്ത് പറ്റിയതാണെങ്കിലും നന്നായി അതെ ഇവിടെ ഇപ്പൊ നമ്മളൊരു ടോൾ പ്ലാസയിൽ കടന്നുറങ്ങിക്കണം അതേപോലെ ഇപ്പൊ ടോൾ പ്ലാസയിൽ ഫുള്ള് ലോറികളൊക്കെ നിർത്തി അവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കണം അത്രയും സ്പേസ് ഉണ്ടല്ലോ ആ അപ്പൊ എന്താ പറയാ ഇവിടെ ഈ പറഞ്ഞ പോലെ ടോള് ആസാമില് കുറവാണ് അതിനുള്ള കാരണം എന്താണ് അവലെ എന്താ അറിയില്ല നഗോണിലാണുള്ളത് നഗോണിലൊന്നും നമ്മള് ഹോട്ടൽ തെരഞ്ഞു പോവാണ് ഗുവാഹത്തി റോട്ടിന് ഗുവാഹത്തിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ 100 സംതിങ് കിലോമീറ്റർ ഉള്ളു കൂടെ അല്ലെ എന്താ ചെയ്യണേ നമ്മളിവിടെ നിന്ന് റിട്ടേൺ ഇതേ റോഡ് തന്നെ തിരിഞ്ഞിങ്ങോട്ട് പോരണം തിരിച്ച് ഇതേപോലെ തന്നെ പോരണം അപ്പൊ നമുക്ക് കാശിറങ്കേക്ക് പോകാൻ പറ്റാം അതാണ് ഇവരടങ്ങിയത് കാശിറങ്കേക്ക് എന്താ പറയാ ശിവസാഗറിലേക്കൊക്കെ നമ്മൾ തിരിച്ചെടുത്ത് പോണം കണ്ട് കാര്യല്ല നമ്മളെ പ്ലാന് കഴിച്ചതാണ് പോയി കഴിച്ചിട്ട് പോയി അത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിയാണ് ഇവിടെ നിന്ന് ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ ഗുവാഹത്തിയിലേക്ക് പോവാം നമ്മൾ ഇവിടുന്ന് ചോട്ടുകൂടെ അല്ലേ പിന്നെ താഴത്ത് തിരിഞ്ഞ് അടുത്തൊരു ഹൈവേയിലേക്ക് കയറട്ടെ ഇത് ഷിലോങ്ങിലേക്കൊക്കെ പോകുന്ന ഹൈവേ ആണ് ഷിലോങ്ങിലേക്കല്ലേ ഇത് സിൽച്ചാറിലേക്കൊക്കെ പോകുന്ന ഹൈവേ എന്താ ലുംഡിങ് ആഗോൺ ടൗണിലേക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ തിരിഞ്ഞു പോകട്ടോ നമ്മൾ ഇവിടുന്ന് അങ്ങനെ ലെഫ്റ്റ് എടുത്താൽ ഈ സൈഡ് ഞങ്ങൾ കുറിച്ച് പോകും നല്ല റൗണ്ട് അബൌട്ട് നമ്മള് റൗണ്ട് അബൌട്ട് ചെയ്ത് 32 കിലോമീറ്റർ ടോട്ടൽ 34 കിലോമീറ്റർ നമുക്ക് പോയാൽ സിൽച്ചാറിലേക്ക് എത്ര 360 കിലോമീറ്റർ ദിമാപൂരിലേക്ക് 158 ഉള്ളൂ അതെ ചങ്ങന്മാരെ അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ തപ്പി ദബോക്ക അല്ലേ ദബോക്ക ഉജായ് ഡിസ്ട്രിക്ട് ഉജായ് ഡിസ്ട്രിക്റ്റിൽ ദബോക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയാണ് നമ്മളുടെ എന്താ പറയുക നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഹോട്ടൽ ഇപ്പോഴും കിട്ടിയില്ല ഞങ്ങൾ ആ ഒരു വീഡിയോ ഉണ്ട് മൂപ്പരെ കുറിച്ചില്ല അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം ആത്മീക്ക് തന്നെ അവിടെ കിട്ടും എവിടെ അവിടെ ഈ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിന്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള ഉള്ളിലേക്കുള്ള ഹോട്ടലോ അവിടെ ഹോട്ടലുണ്ടോ ആ ഹോട്ടൽ ഇപ്പൊ ഉണ്ടോ നിലവിൽ തുറന്നിക്കണോ അവിടെ കച്ചവടം ഇച്ചിരി കുറവായി അതുണ്ട് കച്ചവടം വേറെ ഹോട്ടലിൽ തുറന്നിട്ടില്ലേ ആ നമ്മക്കത് തുറന്നു അവിടെ ഓരോ ഹോട്ടല് ഇവിടെ ആ അവിടെ 4 ഹോട്ടലുണ്ട് അല്ലേ അതാണ് അവിടെ കച്ചവടം ഇച്ചിരി കുറവാണ് ഇത് മലയാളം പറയുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ആസാമിലാണ് നമുക്ക് ജോലി ചെയ്ത 6-7 വർഷം സ്റ്റിച്ചിങ് തയ്യല് ആ അവിടെ എവിടെ കേരളത്തിലെവിടെ ഈ എറണാകുളം ഡിസ്ട്രിക്ട് ആലുവ പുക്കാട് പൊടിയില് ആ ഞാൻ ഒന്ന് തായറല്ലേ പേര് പറഞ്ഞേ അബു തായറിനൊന്ന് കാണട്ടെടാ വരാം അതായത് നമ്മൾ അന്വേഷിച്ച് വന്ന അവിടത്തേക്ക് തന്നെ പോവാന്ന് കരുതി ഇത് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു ടൗൺ ആട്ടോ ഇത് ദിമാപൂരിലേക്ക് പോകുന്ന റോഡാണ് ആ വരും റിട്ടേൺ വരാം ആ ഓക്കെ വരാം മൂപ്പര് നമ്മോട് തിരിച്ചു വരുമെന്ന് ചോദിക്കണം നമ്മളെന്തായാലും അവിടെയും കൂടി ഒന്ന് കയറാമല്ലടാ അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ പറഞ്ഞ ദബോക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതുവഴി പാസ് ചെയ്യുന്നവർക്ക് നല്ല ഭക്ഷണം കഴിക്കാം എന്ന് കരുതിയിട്ടാണ് അല്ലേ ആ
അതെ അതെ. നമ്മളുടെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ പരമാവധി ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുള്ളതിൻ്റെ കൃത്യമായ സ്ഥലം ഞങ്ങൾ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുക അങ്ങനെയാണല്ലോ. നോക്കാം നമുക്ക് ആളെ തപ്പി നോക്കാം. നമ്മൾ തിരഞ്ഞു വന്ന ആള് കടയിലിപ്പല്ല, എന്താ ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല കുറച്ച് നിരാശ ഞങ്ങൾക്ക് ഉണ്ട് അല്ലേ. പൊറാട്ട കിട്ടി, നല്ല പൊറാട്ട, നാട്ടിലെ പൊറാട്ട. അതിനൊരു രക്ഷയില്ല അല്ലേ. പിന്നെ ഇത് മട്ടനാ, നമ്മൾ കരുതിയ സാധനം കിട്ടിയില്ല. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ താഹിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വരട്ടെ അല്ലേ. അദ്ദേഹം വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അതായത് പൊറാട്ട ഒന്നും പോലെ നിൽക്കൂല, ഒരു 3 എണ്ണെങ്കിലും വേണ്ടിയിരിക്കും അല്ലേ. മട്ടന് ഇതും വെക്കൂല, ഒരു അടിച്ചാൽ പൊളിച്ച തീറ്റയാണ് ഇവിടെ. ഈ കട എങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് പൊറോട്ട ഒക്കെ വെറും പൊറോട്ട നോക്കാം, കറിയിൽ മുക്കാതെ. എന്താ അവസ്ഥ ആണോ? ഇനി അതിൽ മുക്കേണ്ടത് നീ കറി വെച്ചത്. പൊറോട്ട പൊട്ടിയോ? മട്ടന് അടിപൊളിയാ, കൊള്ളാം. പാടാണെന്നൊന്നും പറയുന്നില്ല. അജാതി സാധനം നമ്മൾ പറയുകയാണെങ്കിൽ ടേസ്റ്റ് നഷ്ടമൊന്നുമില്ല കേട്ടാ. നഷ്ടമില്ല. രണ്ടാമത്തെ പൊറോട്ടയാണ്. പൊറോട്ട ഇഞ്ഞും കയറും. നാട്ടിൽ അതേ പൊറോട്ട അത് മെയിനായിട്ടുള്ള ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ചെങ്ങന്മാരപ്പം നമ്മൾ തിരഞ്ഞു വന്നിട്ടുള്ള ആളെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതാണ് കണ്ട ലുക്കിന് പോലും മലയാളിയാണ്. കാർക്കാ ഫുഡ് അടിപൊളി. ഞങ്ങൾ പൊറാട്ടയും മട്ടനും കഴിച്ചു. പിന്നെ ബിരിയാണി ഇപ്പം ഇല്ലാന്ന് പറഞ്ഞു. ആണോ? നമുക്ക് ലക്കട്ടാ, അല്ലെങ്കിൽ മുപ്പരെ കാണാൻ പറ്റില്ല. നല്ല പാട്ടുകാരനാണെന്ന് കേട്ടിയാ. പിന്നെ ആ ബോർഡിലൊക്കെ മയക്കി പിടിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒരു പാട്ട് പാടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? അതൊക്കെ നമ്മളറിയാം. നിങ്ങള് കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ. അഷ്റഫ് എക്സൽ, പിന്നെ അഷ്റഫ് എക്സൽ, അതുപോലെ തന്നെ ടുഡേ ദിൽഷാദ് യാത്ര ടുഡേ അല്ലേ. അതാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളിവിടെ വരുന്നത്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അവിടെ മനസ്സിലായില്ല. അപ്പൊ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ പോയി അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വന്നു, പക്ഷേ ഞാൻ ബോർഡ് ശ്രദ്ധിച്ചില്ല. ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളാണത് ഞാൻ ഉറപ്പിക്കുമായിരുന്നു. ഏതായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാട്ട് നിങ്ങൾ പാടണം. ഏതായാലും കുഴപ്പമില്ല, മലയാളിയായാലും വേണ്ടില്ല, ഹിന്ദി ആയാലും വേണ്ടില്ല. കുമാർ സാനു അല്ല മുഹമ്മദ് റഫി ഏതായാലും കുഴപ്പമില്ല. ദിൽ ഹൈ के मानता नहीं, ओ दिल है के मानता नहीं, मुश्किल बड़ी है रस्मे मोहब्बत ये जानता ही नहीं, ओ दिल है के मानता नहीं. കുറച്ച് പാട്ടിട്ടോ. ഒരു മലയാളം. മലയാളം ശരി. മലയാളം ഏത് നമുക്ക് വെക്കണ പാടിയാൽ മതി. പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു, പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു, വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിഴിയുന്നു, ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്തപരാധം ചെയ്തു. അത്രേ ഉള്ളൂ. പാട്ടുകാരാണോ? കറക്റ്റ് കള്ളൻ. വീട് എവിടെയാ? ഇവിടെ തന്നെ. ഇവിടെ എവിടെ സ്ഥലം കറക്റ്റ് വീട് നിൽക്കുന്നത്? പബ്ലിക് സ്കൂൾ എന്ന് പറയും ഇവിടെ അടുത്ത്. ഈ റോഡാ? ആ
നമുക്കിവിടെ വലിയ പരിചയമല്ല. ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണാനായിട്ട് പോകുന്നതാണ്. എത്ര ഞാൻ പറഞ്ഞ ടൈറ്റ് സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര 120 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ 147 കിലോമീറ്റർ 147 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നാൽ മതിയോ? ഇവിടേക്ക് ടോളും ഉണ്ട്. ആ ടോളും കൊടുത്ത് ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ടോള് ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. ഞങ്ങൾ ആർമിക്കാരുടെ ബാക്കിലാണ് പോകുന്നത്. ഏതായാലും ഇതൊക്കെ മുപ്പയുടെ സ്റ്റാഫാണ് കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ആർക്കാ ഞങ്ങൾ പോവാണ്. ഇനി ഒരു 100 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ എത്താം. ബുക്കിംഗ് ഞങ്ങൾക്ക് സഫാരിയൊക്കെ ബുക്ക് ചെയ്യാണ്ട്. അപ്പോൾ കുറച്ച് തിരക്കാണ്. ഇനി ഇവിടെ വരുന്നവരെന്തായാലും ഒന്ന് കയറും. അപ്പോൾ കേരളത്തിലെ എല്ലാ ആൾക്കാരെ കാണണ്ടല്ലേ? അതെ, 10 വർഷം അല്ലേ? അവിടെ എന്തായിരുന്നു പരിപാടി? ഈ ഹോട്ടൽ തന്നെയാ. ഹോട്ടലോ? വെറുതെ അല്ല, പൊറാട്ട നമ്മുടെ പൊറാട്ടടാ. പൊറാട്ട അടിപൊളി. ഇപ്പൊ ഇവിടെ ബീഫൊന്നും ഇല്ല. ഇപ്പൊ ഒന്നിങ്ങനെ അല്ലേ ചെറിയൊരു വിഷയമുണ്ട്. എന്നാലും പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത് ബീഫും ബിരിയാണിയൊക്കെ ആയിരുന്നു. അത് കിട്ടിയില്ലെങ്കിലും പക്ഷേ മട്ടൻ അത് വേറെ ലെവലാണ്. മട്ടനും പൊറാട്ടയും നഷ്ടവും പറയാമല്ലോ നമുക്ക്. എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു ഭാഗം കൂടി ഉണ്ട്. മൂപ്പരും കേരളത്തിൽ വന്നിട്ടുണ്ടല്ലേ ആ ഹോട്ടലിൽ അല്ലേ? അപ്പോൾ മൂപ്പരോടെയും കാണണം. മൂപ്പരോടെയും കണ്ടിട്ട് നമ്മളവിടെ വരാമെന്നല്ലോ. ഇവിടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ വരാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ മൂപ്പരോടെയും കണ്ടിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരാട്ടാ. നമ്മൾ വല്ല എന്താ പറയുക പ്രശ്നത്തിന് വന്ന പോലെ. ഏതായാലും ഈ സ്ഥലം മറക്കണ്ട. ഇതാണ് ആളുടെ കട. ഇതിലെ പോയി കഴിഞ്ഞാൽ ദിമാപൂരല്ല അങ്ങോട്ട് അല്ലേ? ദിമാപൂർ അങ്ങോട്ട്. അപ്പോൾ ആ പോകുന്ന ബൈക്ക് തന്നെ ഇങ്ങോട്ട് കുറച്ചൊന്ന് കയറാനേ ഉള്ളൂ, അധികമൊന്നുമില്ല. അവിടെ പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനാണ്. 2 വർഷം കൊണ്ട് ചെറിയൊരു മാറ്റത്തിനുണ്ടായിരുന്നു ഞാൻ കണ്ട വീഡിയോയിൽ. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. ഡയറക്റ്റ് ഞാൻ പോവാന്നോ? ഓക്കെ, കാണാം. ഇനി വരണ്ട് കേട്ടോ. ഡോയി ഇറങ്ങുമ്പോൾ വരാം. ഓക്കെ. അൻവർ ഹുസൈൻ അൻവർഖാൻ്റെ കടയിൽ വന്നിട്ട് നമ്മൾ അതെന്താ അടക്ക അല്ലേ? ഇവിടെ അടക്ക ഒരു മെയിൻ പരിപാടിയാണ്. എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാവും. അതൊരു എന്താ പറയാ, വീട്ടിലേക്ക് അതിഥികളൊക്കെ വരുമ്പോൾ നിങ്ങൾ കൊടുക്കും അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ കൊടുക്കും. ഒരു എന്താ പറയാ, പണ്ട് ഈ പാനൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ നമ്മളവിടെ ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ വെച്ചിട്ടൊക്കെ വെക്കണ പരിപാടി. ഇപ്പോൾ ഉണ്ട്, അല്ലേ? അതാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് നമ്മൾ പൊറാട്ട ഞങ്ങളെ വെച്ച് ഇവിടുന്ന് നമ്മൾ 2 ബിരിയാണി വാങ്ങിയില്ല. എല്ലാവരും നമ്മളെ ആൾക്കാരുന്നല്ലേ അല്ലേ? 2 ബിരിയാണി പാർസൽ നൈറ്റിലേക്ക്. അപ്പൊ അൻവർക്കാ നമ്മൾക്ക് ബിരിയാണി തന്നിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്, കാണാം. ഓക്കെ, ഇത് അൻവർക്കൻ്റെ നിങ്ങളെ അനിയനാ? ഓക്കെ, പോട്ടെ. ഇക്കേ ഏട്ടനാ? ഏട്ടനല്ല, നമുക്ക് രണ്ടാളും ഒരേപോലെ തോന്നിയത്. പക്ഷെ എന്നാൽ ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചു തന്നെ. ഇവിടുത്തെ ബിരിയാണി എന്താ അവസ്ഥ അറിയില്ല. പക്ഷേ നമ്മളിനി രാത്രിയൊക്കെ കുക്ക് ചെയ്യാണ്ടെന്ന് കരുതിയിട്ടാണ് വാങ്ങി വെച്ചത്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം അല്ലേ? നമ്മളപ്പോൾ വീണ്ടും കാസിരംഗ നാഷണൽ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് വന്നതാണ്, നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലെ എന്താ പറയുക വല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാഞ്ഞത്. അവിടെ നിന്ന് ഏകദേശം നമ്മൾ കുറച്ച് ദൂരം അല്ലേ? അത്യാവശ്യം നല്ല ദൂരം പോകും. നമുക്ക് 100 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ എന്താ പറയുക നോക്കട്ടെട്ടാ. അതായത് 23 കിലോമീറ്റർ ഉള്ളൂ. അത് 80 കിലോമീറ്റർ നമ്മൾ പോകുന്നു. ഇതിലെ വല്ല സ്പീഡ് കുറച്ച് പോകാൻ പാടുള്ളൂ. എങ്കിലും വരെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ പോകട്ടോ, അത് വേറെ. നമ്മൾ സ്പീഡിൽ പോകുന്നു. പിന്നെ നമ്മളെ ആ ഒരു എന്താ ദാരിദ്ര്യൻ്റെ പൊറാട്ട പറയാക്കാൻ വയ്യ. ഞാൻ പൊറാട്ട 3 ഞാൻ 3 പൊറാട്ട കഴിച്ചു അല്ലേ? 3 പൊറാട്ടയും 2 ഫുള്ള് 2 ഫുള്ള് ഹാർഡ് മട്ടൻ. അതിന് അപ്പം മൊത്തത്തിൽ എത്ര 340 റുപ്യ. 340 റുപ്യ. അത് ഇത്തിരി മയമുണ്ട്. എന്ത് 6 പൊറാട്ടയും 2 ഫുൾ മട്ടൻ. അതെ, 340 റുപ്യ. ബിരിയാണി വീട്ടിലേക്ക് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജീപ്പ് സഫാരി അസോസിയേഷൻ, കാസിരംഗ നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ് അതൊക്കെ പോവുക എല്ലാവരും ചെങ്ങന്മാരെ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിരുന്ന സ്ഥലത്തല്ല, ലാപ്ടോപ്പൊക്കെ മുന്നിൽ ഇവിടെ എന്താ പറയുക എഡിറ്റിങ് ഇട്ടൊക്കെ ആയിരുന്നു. എന്തായി മോനെ?
ഓണല്ലേ നീ ഓണായി കിടക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഏട്ടാ ആകെ പാളാണല്ലോ ആകെ പാളാണല്ലോ ഈസറാ. ബിരിയാണി എന്താ ടേസ്റ്റ് ചെയ്തോക്കും ഇപ്പോൾ നമ്മൾ മറ്റോൻ്റെ ഇത് മറ്റേ കടയത്തെ ബിരിയാണി തണുത്ത തണുത്ത പോരാ പോരാ ഇതൊന്ന് തണുത്തിട്ടേ നല്ല തണുത്ത നല്ല അത്രക്കില്ല അങ്ങോട്ടെ കുറച്ച് പോരാ. അവിടുത്തെ ഒരു ഇത് കിട്ടിയില്ല നമുക്ക്. 30 വർഷം കേരളത്തിൽ ഹോട്ടലിൽ പണിയെടുത്ത ആളാണ്. അതാണ് മൂപ്പരേക്കാരുടെ ടേസ്റ്റ്. അതായത് നമ്മളെ കേരളത്തെ പൊറോട്ടയാണ്, നമ്മളെ പൊറോട്ട തന്നെ. പിന്നെ ഇതത്ര പോരാ. വീശി അടിച്ച പോരാട്ട അല്ല ഇവിടെ ബീസ് അടിച്ചൂലേ. ഇല്ല ഇവിടെ എന്താ പറയാ ഇതാ സാധനം ഉരുള കുട്ടിയുണ്ട് ഇങ്ങനെ പെരത്ത ചൂടുക ചപ്പാത്തി കൊടുക്കുന്നേ. എന്നിട്ട് ഇത് പോരല്ലേ. ഇത് പോരാ. ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ഇന്നിപ്പോ ഇത് നിന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മള് ആരും മോശം പറയുന്നല്ല. നമുക്ക് നമ്മുടെ ഒരു മലയാളികളുടെ ടേസ്റ്റ് അനുസരിച്ച് അപ്പുറത്തെ പാർക്കിങ്ങിന് പോയി അവിടെ ഞങ്ങൾ പോയേക്കി. അവിടെ പോയേക്കിയപ്പോ അവിടെ പാർക്ക് ചെയ്യണേ പൈസ വേണം, തിന്നാനും പൈസ വേണം. അതൊക്കെ ശരി തന്നെയാണ്. അത് റെസ്റ്റോറൻറ്റാ. അപ്പോൾ അവിടെ നിൽക്കൽ നടക്കൂല. അപ്പോൾ ഞങ്ങളോട് പോന്നു. ഞങ്ങൾ തിന്നാടെ നമ്മൾ നിന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളിവിടെ ആയിരുന്നു അന്ന് കിടന്നിരുന്നു ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലായിട്ട്. ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, പാർക്കിംഗ് പൈസ അല്ലെങ്കിൽ ഒന്നും വേണമെന്നൊന്നുമില്ല. ഇതുവരെ പാർക്കിംഗ് ആണ്. നമ്മൾ പക്ഷേ അവിടെ ആ സ്ഥലത്തല്ല, നമ്മളിന്ന് ഇതൊരു ധാബയാണ് അല്ലേ. ആ ഒരു ധാബൻ്റെ സൈഡിലോട്ടുള്ളത്. അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടോ. വിശക്കുണ്ട് അതിൻ്റെ ഒപ്പം ഇന്ന് ഏതായാലും ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ കിടക്കും അല്ലേ. രാവിലെ നേരത്തെ നീക്കണം. 6 മണിൻ്റെ മുന്നേ നീക്കണം. അപ്പോൾ നമുക്ക് 7 സഫാരിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ.